നമസ്കാരം. ജീവശാസ്ത്ര ശാഖയിലെ മനുഷ്യ ശരീരം എന്ന സിലബസ് ഭാഗത്തെ പേശികൾ എന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒട്ടേറെ ചോദ്യങ്ങളുമായുള്ള ഒരു ഭാഗമാണ് ഈ പേശികൾ എന്ന് പറയുന്ന ഭാഗം. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. ഞാൻ ഷൈജിൻ. ഏവർക്കും ആസ്ഥ അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് പേശികളെ കുറിച്ച് പഠിക്കാം. പേശികൾ പഠിക്കുന്ന സമയത്ത് ആദ്യം മനസ്സിലേക്ക് വരേണ്ട വാക്ക് മയോളജി എന്ന വാക്കാണ്. എന്താ മയോളജി? പേശികളെ കുറിച്ചുള്ള പഠനശാഖയുടെ പേരാണ് മയോളജി. പേശികളെ കുറിച്ചുള്ള പഠനശാഖയുടെ പേര് മയോളജി. ഒപ്പം മനസ്സിലേക്ക് വരേണ്ട മറ്റൊരു വാക്ക് മയോസൈറ്റ്സ്. ആരാ മയോസൈറ്റ്സ്? നമ്മുടെ പേശികൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങളെ വിളിക്കുന്ന പേരാണ് മയോസൈറ്റുകൾ എന്ന്, മയോസൈറ്റ്സ് എന്നറിയപ്പെടുന്നു. മയോ എന്ന വാക്ക് കേട്ടാൽ ഓർത്തോളൂ, അത് പേശികളുമായി ബന്ധപ്പെട്ട വാക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അസ്ഥി വ്യവസ്ഥ പഠിച്ചപ്പോൾ ഓസ്റ്റിയോ എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു. ഓസ്റ്റിയോ എന്നത് അസ്ഥികളുമായി ബന്ധപ്പെട്ടതുപോലെ മയോ എന്ന വാക്ക് പേശികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പേശികളെ കുറിച്ചുള്ള പഠനശാഖയുടെ പേര് മയോളജി. പേശികൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങളെയാണ് മയോസൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇനി മനുഷ്യ ശരീരത്തിൽ എത്ര പേശികളുണ്ട്? മനുഷ്യ ശരീരത്തിലെ പേശികളുടെ ആകെ എണ്ണം എത്രയാണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയേണ്ടത് എത്രയാ? 639. മനുഷ്യ ശരീരത്തിലെ പേശികളുടെ ആകെ എണ്ണമാണ് 639. 639. നമ്പർ മാറിപ്പോകരുത്. കഴിഞ്ഞ ക്ലാസ്സിൽ അസ്ഥികളുടെ എണ്ണം 206 പഠിച്ചത്. അതുപോലെ നവജാത ശിശുക്കൾക്ക് 300 അസ്ഥികൾ എന്നാ പഠിച്ചത്. ഇവിടെ അസ്ഥിയല്ല, ഇത് പേശിയാണ്. മാറിപ്പോകരുത്. മനുഷ്യ ശരീരത്തിലെ പേശികളുടെ ആകെ എണ്ണം 639 എണ്ണം. ഈ 639 പേശികൾ നമ്മുടെ മനുഷ്യ ശരീരഭാരത്തിന്റെ എത്ര ശതമാനം വരും എന്നൊരു ചോദ്യം വന്നാൽ എത്ര എഴുതാം? പേശികൾ മനുഷ്യ ശരീരത്തിന്റെ 43% വരും. മനുഷ്യ ശരീരഭാരത്തിന്റെ 43% പേശികളാണ്. 43% പേശികളുടെ ഭാരം. ഇനി കാൽസ്യം എന്നൊരു വാക്ക്. കാൽസ്യം നിങ്ങൾക്കറിയാം, അതൊരു ലോഹമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ അസ്ഥികളിൽ കാണപ്പെടുന്ന ലോഹം ഏത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കാൽസ്യം. അതുപോലെ പേശികളിൽ കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏത് എന്ന ചോദ്യത്തിന്റെ ഉത്തരവും കാൽസ്യം തന്നെയാണ്. ഇനി ഈ പേശികളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട 2 മാംസ്യങ്ങളാണ്, 2 പ്രോട്ടീനുകളാണ്. ഒന്ന് അസറ്റിൻ, ഒന്ന് മയോസിൻ. പേശികളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട 2 മാംസ്യങ്ങളാണ്, അല്ലെങ്കിൽ 2 പ്രധാനപ്പെട്ട പ്രോട്ടീനുകളാണ് അസറ്റിനും മയോസിനും. ഒരു പക്ഷെ ചോദിക്കാം, താഴെ പറയുന്നവയിൽ പേശികളിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യത്തിന് ഉദാഹരണം പറയുക. ഒന്നുകിൽ അസറ്റിനായിരിക്കും ഓപ്ഷൻ ആൻസർ ഉണ്ടാവുക, അല്ലെങ്കിൽ മയോസിനായിരിക്കും. ഓർത്ത് വെക്കാം, മാംസ്യം 2 എണ്ണമാണ്, അസറ്റിനും മയോസിനും. അപ്പൊ പേശികളിൽ അടങ്ങിയിരിക്കുന്ന 2 പ്രധാനപ്പെട്ട മാംസ്യങ്ങളാണ് അസറ്റിനും മയോസിനും. പേശികളിൽ കാണപ്പെടുന്ന ഒരു വർണ്ണവസ്തുവാണ് മയോഗ്ലോബിൻ. മറ്റൊരു ചോദ്യം കിട്ടി, പേശികളിൽ കാണപ്പെടുന്ന വർണ്ണകമേത്? അതിന്റെ പേര് മയോഗ്ലോബിൻ. നമ്മൾ രക്തപര്യന വ്യവസ്ഥ പഠിക്കുമ്പോൾ ആ രക്തത്തിലെ വർണ്ണകം, രക്തത്തിൽ കാണപ്പെടുന്ന, രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകം ഏത് എന്ന ചോദ്യത്തിന് ഉത്തരം ഹീമോഗ്ലോബിൻ പഠിച്ചില്ലേ? അതുപോലെ ഹീമോഗ്ലോബിനെ പോലെ മറ്റൊരു വർണ്ണകമാണ് മയോഗ്ലോബിൻ. ഈ മയോഗ്ലോബിൻ എവിടെയാ കാണുന്നത്? ഈ മയോഗ്ലോബിൻ കാണപ്പെടുന്നത് നമ്മുടെ പേശികളിലാണ്. ചോദ്യം ഇങ്ങനെ, പേശികളിൽ കാണപ്പെടുന്ന വർണ്ണകമേത്? വർണ്ണകമാണ് മയോഗ്ലോബിൻ. ഇനി എന്താണ് മയോഗ്ലോബിന്റെ പ്രധാന ധർമ്മം? മയോഗ്ലോബിൻ പേശികൾക്ക് വേണ്ട ഓക്സിജനെ ശേഖരിച്ചു വെക്കുക. അതാണ് മയോഗ്ലോബിന്റെ ധർമ്മം. പേശികൾക്ക് വേണ്ട ഓക്സിജനെ ശേഖരിച്ചു വെക്കലാണ് മയോഗ്ലോബിൻ എന്ന വർണ്ണകത്തിന്റെ ധർമ്മം. ഇനി മറ്റൊന്ന്, ഈ മയോഗ്ലോബിനിൽ കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏത് എന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾ എന്താ എഴുതുക? ഹീമോഗ്ലോബിനിൽ കൂടുതലായി കാണപ്പെടുന്ന ലോഹം ഇരുമ്പ് എന്ന് പഠിച്ചതുപോലെ തന്നെ മയോഗ്ലോബിനിൽ കൂടുതൽ കാണപ്പെടുന്ന ലോഹവും ഇരുമ്പ് തന്നെയാണ്. മയോഗ്ലോബിനിൽ കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഇരുമ്പ്. ഇനി മറ്റൊരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലെ പേശികളൊക്കെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ആ പേശികളുടെ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തെ നിയന്ത്രിക്കുന്നത് നമ്മുടെ മസ്തിഷ്ക ഭാഗമായ സെറിബെല്ലമാണ്. സെറിബെല്ലം.
PSC പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, പേശി പ്രവർത്തനങ്ങളുടെ ഏകോപനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമേത്? ആ ചോദ്യം ഇനിയും ആവർത്തിക്കാം, അതുകൊണ്ട് പഠിച്ചു വെച്ചോളാം. പേശികളുടെ ഏകോപനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. ഒരു പക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സെറിബെല്ലം. മനുഷ്യന്റെ ശരീരത്തിന്റെ തുലന നില പരിപാലിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ഈ ലിറ്റിൽ ബ്രെയിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സെറിബെല്ലം, ആ സെറിബെല്ലം തന്നെയാണ് പേശി പ്രവർത്തനങ്ങളുടെ ഏകോപനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ഇനിയിപ്പോൾ നമ്മുടെ പേശികൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിനും ഊർജം ആവശ്യമുണ്ട്. പേശികൾ പ്രവർത്തിക്കണമെങ്കിലും ഊർജം ആവശ്യമുണ്ട്. ഏത് ഊർജമാണ് പേശി പ്രവർത്തനത്തിന് ആവശ്യമായി വേണ്ടത്? ആ ഊർജം ATP ആണ്. ATP അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. പരിചയമുള്ള പേരാണോ അത്? ATP എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ATP ഉൽപ്പാദിപ്പിക്കുന്നത് കോശത്തിനകത്തുള്ള മൈറ്റോകോൺഡ്രിയ എന്ന ഭാഗത്ത് വെച്ചാണ്. മൈറ്റോകോൺഡ്രിയ, കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന മൈറ്റോകോൺഡ്രിയയിൽ വെച്ചാണ് ATP ഉൽപ്പാദിപ്പിക്കുന്നത്. ATP ഉൽപ്പാദിപ്പിക്കുന്ന മൈറ്റോകോൺഡ്രിയ അറിയപ്പെടുന്ന പേര് പവർ ഹൗസ് ഓഫ് ദി സെൽ എന്നാണ്. പവർ ഹൗസ്, കോശത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന കോശാംഗമാണ് മൈറ്റോകോൺഡ്രിയ. ആ മൈറ്റോകോൺഡ്രിയയിൽ വെച്ചാണ് ATP എന്ന ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ATPക്കും മറ്റൊരു നിക്നെയിം ഉണ്ട്, യൂണിവേഴ്സൽ എനർജി കറൻസി. ഊർജത്തിന്റെ പ്രാപഞ്ചികമായ നാണയം എന്നറിയപ്പെടുന്നത് ATP ആണ്. ഈ ATP ആണ് പേശികളുടെ പ്രവർത്തനത്തിന് ആധാരമായ ഊർജം എന്നറിയപ്പെടുന്നത്. അപ്പോൾ പേശികളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ഊർജം എന്ന് വിളിക്കുന്നത് ATP ആണ്. ഇനി മറ്റൊരു ഭാഗം, റീഗർ മോർട്ടിസ് എന്നൊരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ പഠിച്ചോള. കേട്ടിട്ടില്ലെങ്കിൽ പഠിച്ചോള, അത് പഠിക്കണം. കാരണം റീഗർ മോർട്ടിസ് PSCക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. എന്താണ് റീഗർ മോർട്ടിസ്? മരണശേഷം ശരീരത്തിലെ പേശികൾ ദൃഢമാകുന്ന അല്ലെങ്കിൽ മരവിക്കുന്ന അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരാണ് റീഗർ മോർട്ടിസ്. നമ്മുടെ ശരീരഭാഗങ്ങളൊക്കെ ഇപ്പൊ നോക്കിയാൽ അറിയാം, നല്ല സോഫ്റ്റ് ആണ്. എന്നാൽ മരണശേഷം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ശരീരഭാഗങ്ങളൊക്കെ മരവിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരാറുണ്ട്. ഈ മരവിക്കുന്ന അവസ്ഥയാണ്, അത് ശരീരഭാഗങ്ങൾ ബലം വെക്കുന്ന അല്ലെങ്കിൽ ദൃഢമാകുന്ന അവസ്ഥയാണ് റീഗർ മോർട്ടിസ്. PSCക്ക് ചോദിക്കാം, മരണശേഷം ശരീരഭാഗങ്ങൾ ബലം വെക്കുന്ന അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരെന്ത്? റീഗർ മോർട്ടിസ്. ഏകദേശം ഇത്രയും ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇനി നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് പോകാം. മനുഷ്യ ശരീരത്തിൽ 639 പേശികളാണുള്ളതെന്ന് നമ്മൾ പഠിച്ചു. ഈ 639 പേശികളിൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി എന്നറിയപ്പെടുന്നത് ഗ്ലൂട്ടിയസ് മാക്സിമസ് എന്നറിയപ്പെടുന്ന പേശിയാണ്. ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി? ഏതാണ്? ഗ്ലൂട്ടിയസ് മാക്സിമസ്. നമ്മുടെ ബട്ടക്സിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ പേശിയാണ് ഗ്ലൂട്ടിയസ് മാക്സിമസ് എന്നറിയപ്പെടുന്നത്. അപ്പൊ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശിയാണ് ഗ്ലൂട്ടിയസ് മാക്സിമസ് എന്നറിയപ്പെടുന്നത്. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണെങ്കിൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി സാർട്ടോറിയസ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി ഏതാണ്? സാർട്ടോറിയസ് ആണ്. നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ നദി ഏത്? ഏറ്റവും നീളം കൂടിയ നദി ഏത്? രണ്ട് വ്യത്യാസമുണ്ടല്ലോ. ഏറ്റവും വലിയ നദി ആമസോൺ നദിയാണ്, ഏറ്റവും നീളം കൂടിയ നദി നൈൽ നദിയാണ്. ഇതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഏത് എന്ന് ചോദിച്ചാൽ അത് ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി ഏതാന്ന് ചോദിച്ചാൽ അത് സാർട്ടോറിയസ് ആണ്. സാർട്ടോറിയസ് എവിടെയാണ് കാണുന്നത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലുതും നീളം കൂടിയതുമായ അസ്ഥി കാണപ്പെടുന്നത് തുടയിലാണെന്ന് പറഞ്ഞല്ലോ. തുടയല്ലല്ലേ ഏറ്റവും വലുത്, ഏറ്റവും നീളം കൂടിയത്? ആ ഭാഗത്ത് തന്നെ കാണുന്ന തുടയിൽ കാണപ്പെടുന്ന മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശിയാണ് സാർട്ടോറിയസ്. അപ്പൊ ഏറ്റവും വലുതും കിട്ടി, ഏറ്റവും നീളം കൂടിയതും കിട്ടി. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി ഏത് എന്ന് ചോദിച്ചാൽ എന്താ എഴുതാ? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശിയുടെ പേര് സ്റ്റേപ്പിഡിയസ് എന്നാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി സ്റ്റേപ്പിഡിയസ്. ആ പേര് മറ്റൊരു പേരുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തോന്നുന്നില്ലേ? സ്റ്റേപ്പിഡിയസ് അത് കാണപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയായ സ്റ്റേപ്പീസ് കാണപ്പെടുന്ന മധ്യകർണത്തിലാണ്, ചെവിക്കുള്ളിലാണ്. അപ്പൊ ചെവിക്കുള്ളിൽ തന്നെയാണ് സ്റ്റേപ്പിഡിയസ് കാണപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയായ സ്റ്റേപ്പീസിനോട് ചേർന്ന് മധ്യകർണത്തിൽ കാണപ്പെടുന്ന മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശിയാണ്
സ്റ്റേപ്പിഡിയസ് എന്നറിയപ്പെടുന്നത്. കിട്ടിയില്ലേ? ഇനി മറ്റൊരു ഭാഗം സീലിയറി പേശികൾ. നല്ല പരിചയമുള്ളൊരു പേശിയല്ലേ സീലിയറി പേശികൾ. ചെറിയ ക്ലാസ് മുതൽ നിങ്ങൾ പഠിച്ചു വന്നിട്ടുള്ള ഒരു വാക്കാണ് സീലിയറി പേശികൾ, സീലിയറി മസിൽസ്. എവിടെയാ കാണുന്നത്? നമ്മുടെ കണ്ണിനുള്ളിലാണ്. കണ്ണിനുള്ളിലെ ബൈകോൺവെക്സ് ലെൻസിനെ പിടിച്ചു നിർത്തുന്ന പേശികളാണ് സീലിയറി പേശികൾ. ആ സീലിയറി പേശികളുടെ ചലനം മൂലമാണ് വസ്തുക്കളെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ സീലിയറി പേശികൾ ലെൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ ഫോക്കൽ ലെങ്ത് ക്രമീകരിച്ച് വസ്തുക്കളുടെ പ്രതിബിംബം ശരിയായി നമ്മുടെ റെറ്റിനയിൽ പതിക്കാൻ സാധിക്കുന്നതും നമുക്ക് വ്യക്തമായി വസ്തുക്കളെ കാണാൻ സാധിക്കുന്നതും. അപ്പോൾ സീലിയറി പേശികൾ കാണപ്പെടുന്നത് കണ്ണിനുള്ളിലാണ്. ആ സീലിയറി പേശിയുടെ പ്രത്യേകത അതാണ് ഏറ്റവും വേഗതയേറിയ പേശി എന്നറിയപ്പെടുന്നത്. ഇനി മറ്റൊരെണ്ണം ഹൃദയപേശി. റെസ്റ്റ് എടുക്കാത്ത, വിശ്രമമില്ലാത്ത പേശി ഏത് എന്ന് ചോദിച്ചാൽ ഹൃദയപേശി പറയാം. ഹൃദയം കണ്ടിന്യൂസ് ആയിട്ട് മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം പോലും അതിൻ്റെ മിടിപ്പ് നിന്നു പോകുന്നില്ല. അങ്ങനെ മിടിക്കാൻ സഹായിക്കുന്ന ഹൃദയപേശി വിശ്രമമില്ലാത്ത പേശി എന്ന് വിളിക്കുന്നു. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചോദിക്കാം, ഹാർഡ് വർക്ക് ചെയ്യുന്ന കഠിനാധ്വാനിയായ പേശി ഏത് ചോദിച്ചാൽ അത് ഹൃദയപേശിയാണ്. കഠിനാധ്വാനിയായ പേശിയാണ് ഹൃദയപേശികൾ എന്നറിയപ്പെടുന്നത്. ഇത്രയും കാര്യം ഒരു ഏരിയ. ഇനി മറ്റൊരു ചോദ്യം, ഹൃദയപേശി പറയുമ്പോൾ ഓർത്തു വെക്കേണ്ട ഒരു വാക്കാണ് ആൻജിന എന്ന വാക്ക്. എന്താണ് ആൻജിന? ഹൃദയപേശികൾക്കുണ്ടാകുന്ന വേദന അറിയപ്പെടുന്ന പേരാണ് ആൻജിന എന്നറിയപ്പെടുന്നത്. PSC ഒരു പക്ഷെ ചോദിക്കാം, ഹൃദയപേശികൾക്കുണ്ടാകുന്ന വേദന ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആ വേദനയുടെ പേരെന്താ? ആൻജിന. ഹൃദയപേശികൾക്കുണ്ടാകുന്ന വേദനയാണ് ആൻജിന എന്നറിയപ്പെടുന്നത്. ഇനി മറ്റൊന്ന്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് മസിൽ, ഏറ്റവും ബലിഷ്ഠമായ പേശി എന്നറിയപ്പെടുന്നത് മസറ്റർ ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലിഷ്ഠമായ പേശികൾ എന്ന് വിളിക്കുന്നത് മസറ്റർ ആണ്. മസറ്റർ അതെവിടെയാണ് കാണുന്നത്? നമ്മുടെ കീഴ്ത്താടിയെല്ലിന്റെ ഭാഗത്ത്. കീഴ്ത്താടിയെല്ലിന്റെ ഭാഗത്ത് കാണപ്പെടുന്ന മസറ്റർ ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ദൃഢതയേറിയ പേശി എന്നറിയപ്പെടുന്നത്. ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. മനുഷ്യ ശരീരത്തിൽ പേശികളില്ലാത്ത അവയവം ഏത്? PSC പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇനി ചോദിക്കാനും സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, മനുഷ്യ ശരീരത്തിൽ പേശികളില്ലാത്ത അവയവം ഏതാത്? ശ്വാസകോശം. മസിൽലെസ് ഓർഗൻ ഇൻ ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തിൽ പേശികളില്ലാത്ത അവയവമാണ് ശ്വാസകോശം എന്നറിയപ്പെടുന്നത്. മറ്റൊരു പേര് പഠിച്ചോളാം, ടെൻഡൻ. എന്താണ് ടെൻഡൻ എന്ന് വിളിക്കുന്നത്? മനുഷ്യ ശരീരത്തിലെ പേശികളെ അസ്ഥികളുമായി ചേർന്ന് നിൽക്കാൻ സഹായിക്കുന്ന, അസ്ഥികളുമായി കൂടിച്ചേരാൻ സഹായിക്കുന്ന ഭാഗമാണ് ടെൻഡൻ. അപ്പൊ ആ പേര് പഠിച്ചു വെക്കുക, ടെൻഡൻ. ശരീരത്തിലെ പേശികൾ അസ്ഥികളുമായി കൂടിച്ചേരുന്ന ഭാഗമാണ് ടെൻഡൻ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു സെക്ഷനിലേക്ക് പോവാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ് ശരീരത്തിലെ പേശികൾ. എത്ര തരം പേശികളുണ്ട് മനുഷ്യ ശരീരത്തിൽ അറിയാമോ? മനുഷ്യ ശരീരത്തിലെ പേശികൾ 3 തരമാണ്. ഏതൊക്കെയാന്ന് നോക്കാം. 1 അസ്ഥിപേശി, 2 മിനുസപേശി, 3 ഹൃദയപേശി. 3 തരം പേശികളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. അസ്ഥിപേശികളും മിനുസപേശികളും ഹൃദയപേശികളുമാണ് പ്രധാനപ്പെട്ട 3 തരം പേശികൾ. നമുക്ക് ഓരോന്ന് നോക്കാം. അസ്ഥിപേശി, ആ പേരിൽ തന്നെയുണ്ട്, സ്കെലിറ്റൽ മസിൽസ്. അസ്ഥികളുമായി ബന്ധപ്പെട്ട് കാണപ്പെടുന്ന പേശികൾക്ക് വിളിക്കുന്ന പേരാണ് അസ്ഥിപേശി. അസ്ഥികളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അസ്ഥികളോട് ചേർന്നിരിക്കുന്ന പേശികൾക്ക് വിളിക്കുന്ന പേരാണ് അസ്ഥിപേശി. ഉദാഹരണം പറയാമോ? അസ്ഥിപേശികൾക്ക് ഉദാഹരണം ബൈസെപ്സ്, ട്രൈസെപ്സ് തുടങ്ങിയ പേശികളാണ്. നിങ്ങളൊക്കെ ജിമ്മിൽ പോകുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും അല്ലേ ബൈസെപ്സ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ നോക്കാറില്ലേ ബൈസെപ്സ്? എൻ്റെ മസിൽ നോക്കുന്നു. ഈ ഭാഗം, മുകളിലുള്ള ഈ ഭാഗമാണ് ബൈസെപ്സ്, അതിനടിയിലുള്ള ഭാഗമാണ് ട്രൈസെപ്സ്. അപ്പോൾ ബൈസെപ്സ്, ട്രൈസെപ്സ് തുടങ്ങിയവയൊക്കെ അസ്ഥിപേശികൾക്ക് ഉദാഹരണമാണ്. PSC ചോദിക്കാം, താഴെ പറയുന്നവയിൽ അസ്ഥിപേശിക്ക് ഉദാഹരണം പറയുക. അതിൽ മിനുസപേശിൻ്റെയും ഹൃദയപേശിൻ്റെയൊക്കെ ഉദാഹരണം തന്നിട്ടായിരിക്കും ചോദിക്കുക. മിക്കവാറും അതിൽ ബൈസെപ്സോ അല്ലെങ്കിൽ ട്രൈസെപ്സോ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നോക്കി എഴുതിക്കോളാം. അപ്പോൾ അസ്ഥിപേശി എന്ന് പറയുന്നത് അസ്ഥികളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പേശികൾക്ക് വിളിക്കുന്ന പേരാണ് അസ്ഥിപേശികൾ. ഈ അസ്ഥിപേശി നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നോക്കിയാൽ, ആ അസ്ഥിപേശിയുടെ ഒരു തിൻ സെക്ഷൻ എടുത്ത് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നോക്കിയാൽ ആ അസ്ഥിപേശിയിൽ ചെറിയ ചെറിയ ബാൻഡ് വിട്ടുകൾ, അതായത് സീബ്ര ലൈൻസ് കണ്ടിട്ടില്ലേ? സീബ്ര ലൈൻ, വെള്ള കറുപ്പ് ലൈൻ പോലെ. അതുപോലെ ഈ അസ്ഥിപേശി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ അസ്ഥിപേശിയിലും ചെറിയ ഒന്നിടവിട്ട വരകൾ പോലെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ വരകൾ പോലുള്ളത് കൊണ്ട് ഇതിനെ രേഖാങ്കിത പേശികൾ എന്നും വിളിക്കാറുണ്ട്. രേഖ
രേഖാങ്കിത പേശികൾ അഥവാ സ്ട്രയേറ്റഡ് മസിൽസ്. രേഖാങ്കിത പേശികൾ. അപ്പൊ PSC ചോദിക്കാം, താഴെ പറയുന്നവയിൽ രേഖാങ്കിത പേശിക്ക് ഉദാഹരണം പറയുക. അത് അസ്ഥിപേശിയാണ്. അസ്ഥിപേശി ഒരു രേഖാങ്കിത പേശിയാണ്. അതൊരു സ്ട്രയേറ്റഡ് മസിലാണ് രേഖാങ്കിത പേശി. ഇനി മറ്റൊന്നുകൂടി ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. അസ്ഥിപേശി ഒരു ഐച്ഛിക പേശിയാണ്. ഐച്ഛിക പേശിയാണ്, വോളണ്ടറി മസിലാണ്. പരിചയമുള്ള വാക്ക് തന്നെയല്ലേ വോളണ്ടറി. ഐച്ഛികം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഐച്ഛികം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച്, നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നടത്താൻ കഴിവുള്ളത്. അപ്പോൾ നമ്മുടെ അസ്ഥിപേശി ഇതാ നോക്കിയേ, ഈ ബൈസെപ്സും ട്രൈസെപ്സും ഒക്കെ എൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ചലിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അതൊരു ഐച്ഛിക പേശിയല്ലേ? അപ്പൊ അസ്ഥിപേശികൾ ഐച്ഛിക പേശികളാണ്. അസ്ഥിപേശികൾ ഐച്ഛിക പേശികളാണ്. ഒപ്പം അസ്ഥിപേശികൾ രേഖാങ്കിത പേശികളാണ്. മറന്നു പോകണ്ട. ഉദാഹരണം ബൈസെപ്സ്, ട്രൈസെപ്സ് തുടങ്ങിയ പേശികൾ. ഇനി അടുത്തത് മിനുസ പേശികളിലേക്ക് വരാം. മിനുസ പേശികൾ കാണപ്പെടുന്നത് മനുഷ്യന്റെ പൊള്ളയായ ആന്തരിക അവയവങ്ങളുടെ ഉൾഭാഗങ്ങളിൽ കാണപ്പെടുന്ന പേശിയാണ് മിനുസ പേശി. എവിടെയാണ് കാണുന്നത്? മനുഷ്യന്റെ പൊള്ളയായ ആന്തരിക അവയവങ്ങളുടെ ഉൾഭാഗങ്ങളിൽ കാണപ്പെടുന്ന പേശിയാണ് മിനുസ പേശി. ഉദാഹരണം നമ്മുടെ ആമാശയം പൊള്ളയായ ഒരു ആന്തരിക അവയവമാണ്. ആ ആമാശയത്തിന്റെ ഉൾഭിത്തികളിൽ, ഗർഭപാത്രത്തിന്റെ ഉൾഭിത്തിയിൽ, രക്തക്കുഴലിന്റെ ഉൾഭിത്തിയിൽ ഒക്കെ കാണപ്പെടുന്ന പേശിയാണ് മിനുസ പേശി. ഈ മിനുസ പേശിക്ക് അസ്ഥിപേശി പറഞ്ഞതുപോലെ നേരത്തെ ഒരു ബാൻഡ് വിഡ്ത്തിന്റെ കാര്യം പറഞ്ഞല്ലേ, ചെറിയ ചെറിയ വരകൾ പോലെ കാണുന്ന ഭാഗം പറഞ്ഞല്ലോ, ഒന്നിടവിട്ട വരകൾ കാണുന്ന കാര്യം, അത് മിനുസ പേശികളിൽ ഇല്ല. മിനുസ പേശികളിൽ ആ ഒന്നിടവിട്ട ബാൻഡ് വിഡ്ത്ത് കാണാത്തത് കൊണ്ട് ഈ പേശികളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രേഖശൂന്യ പേശികൾ എന്ന വിഭാഗത്തിലാണ്. രേഖശൂന്യ പേശികൾ അഥവാ നോൺ സ്ട്രയേറ്റഡ് മസിൽസ്. രേഖശൂന്യ പേശികൾക്ക് ഉദാഹരണമാണ് മിനുസ പേശി എന്ന് വിളിക്കാം. ഇനി മറ്റൊന്ന് ഹൃദയപേശിയിലേക്ക് വരാം. ഹൃദയപേശി അത് ഹൃദയത്തിൽ മാത്രം കാണപ്പെടുന്ന പേശികളാണ്. ഇതിനെ കാർഡിയാക് മസിൽസ് എന്നാ വിളിക്കാം. ഹൃദയത്തിൽ മാത്രം കാണപ്പെടുന്ന പേശികളാണ് ഹൃദയപേശികൾ എന്നറിയപ്പെടുന്നത്. ഈ ഹൃദയപേശികൾ ഒരു രേഖാങ്കിത പേശികളാണ്. ഹൃദയപേശികൾ രേഖാങ്കിത പേശികളാണ്. ഇവിടെയും നേരത്തെ അസ്ഥിപേശികളിൽ കണ്ടതുപോലെയുള്ള ബാൻഡ് വിഡ്ത്തുകൾ, ഒന്നിടവിട്ട വരകൾ പോലുള്ള ഭാഗം കാണാൻ സാധിക്കും. അതുകൊണ്ട് ഹൃദയപേശികൾ രേഖാങ്കിത പേശികളാണ്. അപ്പോൾ 3 തരം പേശികളാണുള്ളത്: അസ്ഥിപേശി, മിനുസപേശി, ഹൃദയപേശി. ഇതിലെ 2 തരം പേശികൾ, അസ്ഥിപേശിയും ഹൃദയപേശിയും രേഖാങ്കിത പേശികൾക്ക് ഉദാഹരണമാണെങ്കിൽ മിനുസപേശി രേഖശൂന്യ പേശികൾക്ക് ഉദാഹരണമാണ്. ഇനി ഈ പറഞ്ഞ 2 മിനുസപേശികളും ഹൃദയപേശികളും അനൈശ്ചിക പേശികളാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഹൃദയപേശി അനൈശ്ചിക പേശിയാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഹൃദയം നമ്മളുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന അവയവമല്ല. അതുകൊണ്ട് പറയാം ഹൃദയപേശികൾ അനൈശ്ചിക പേശിക്ക് ഉദാഹരണമാണ്. അനൈശ്ചികം ഇൻവോളണ്ടറി മസിലാണ് ഹാർട്ട് മസിൽസ്. അതുപോലെ മിനുസപേശിയും പൊള്ളയായ ആന്തരിക അവയവങ്ങളുടെ ഉൾഭിത്തികളിൽ കാണപ്പെടുന്ന പേശിയാണ് മിനുസപേശി. ആ മിനുസപേശിയെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മിനുസപേശികളും അനൈശ്ചിക പേശികളാണ്. അപ്പൊ 2 തരം അനൈശ്ചിക പേശികൾ. ഹൃദയപേശി ഒരു അനൈശ്ചിക പേശിയാണ്, മിനുസപേശി ഒരു അനൈശ്ചിക പേശിയാണ്. എന്നാൽ അസ്ഥിപേശി ഒരു ഐശ്ചിക പേശിയാണ്. വോളണ്ടറി മസിലാണ് അസ്ഥിപേശി. ഇനി നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് വരാം. പേശീക്ലമം എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പേശീക്ലമം എന്താണ്? പേശീക്ലമം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കഠിനമായി ജോലി ചെയ്യുന്ന സമയത്ത്, കഠിനാധ്വാനം ചെയ്യുന്ന സമയത്ത് പേശികൾ നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പേശികൾക്ക് കൂടുതൽ ഓക്സിജൻ ആവശ്യമായി വരും. പേശികൾക്ക് പ്രവർത്തിക്കാൻ ഓക്സിജൻ വേണം. ആ ഓക്സിജന്റെ അളവ് കുറയുന്നത് മൂലം പേശികളിൽ ശരിയായ രീതിയിൽ ഓക്സിജനേഷൻ, അതായത് ശ്വസനം നടക്കാതെ വരും. ശ്വസനം നടക്കാതെ വരുന്ന സമയത്ത് ആ പേശികളിൽ ലാക്റ്റിക് അമ്ലം, ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടും. ഇങ്ങനെ ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടുമ്പോൾ പേശികൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റാതെ, അതായത് ആ പേശികൾക്ക് ക്ഷീണം അനുഭവപ്പെടുകയും ശരിയായ രീതിയിൽ അതിന് കോൺട്രാക്ഷനും റിലാക്സേഷനും ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. ആ അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരാണ് പേശീക്ലമം അഥവാ മസിൽ ഫാറ്റീഗ്. അതായത് പേശികൾക്ക് ശരിയായ രീതിയിൽ ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ അവായു ശ്വസനം നടക്കുന്നതിൻ്റെ ഭാഗമായി പേശികളിൽ ലാക്റ്റിക് അമ്ലം അടിഞ്ഞുകൂടുന്നതിൻ്റെ ഭാഗമായി പേശികൾക്കുണ്ടാകുന്ന ക്ഷീണമാണ് പേശീക്ലമം എന്നറിയപ്പെടുന്നത്.
അങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്ന ആള് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ വിശ്രമിച്ചു കഴിഞ്ഞാൽ ആ ആസിഡിന്റെ അളവ് കുറയുകയും പേശികൾക്ക് വീണ്ടും പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്യും. ഈ പേശീക്ലമം എന്ന അവസ്ഥ കഠിനാധ്വാനികളായ ആൾക്കാരുടെ ശരീരത്തിലാണ് കാണാറുള്ളത്. പേശീക്ലമം എന്ന വാക്ക് ഓർത്തിരിക്കാം. പേശീക്ലമം എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്ന ആസിഡ് ഏത് അല്ലെങ്കിൽ അമ്ലം ഏത് എന്ന ചോദ്യം PSCക്ക് ചോദിക്കാം. പഠിച്ചു വെച്ചോളാം. പേര് ലാക്റ്റിക് ആസിഡ് ആണ് അല്ലെങ്കിൽ ലാക്റ്റിക് അമ്ലമാണ്. ഇനി ഈ പേശികളുടെ പ്രവർത്തനം, പേശികളുടെ ചലനം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് ഇലക്ട്രോമയോഗ്രാഫ്. പേശികളുടെ ചലനം റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോമയോഗ്രാഫ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ചത്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.